നമസ്കാരം പോലെ ശ്രേഷ്ഠമായ ഒരു ആരാധനയോടൊക്കെ ഇത്തര ലാഘവത്വത്തോടു കൂടി സംസാരിച്ച് ആളുകളുടെ മനസ്സുകളിലേക്ക് അവിശ്വാസവും ആരാധനകളോട് നിന്നൊക്കെ ഉള്ളൊരു അകൽച്ച സൃഷ്ടിക്കുന്ന ഇത്തരം ആളുകളുടെ ഉദ്ദേശം എന്താണ് സത്യത്തിൽ? ഇത് ഇയാളുടെ അജണ്ടയുടെ ഭാഗമാണ്. ഇയാൾ ദീനിനെ പൊളിക്കാനും ദീനിൻ്റെ അർക്കാനുകൾ, ഇദ്ദേഹം പറയുന്ന അവസാന വാക്ക് എന്താ വെച്ചാൽ അതിനാണ് അർക്കാനുൽ ഇസ്ലാം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളെന്ന് പഠിപ്പിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. ഇവിടെ പറഞ്ഞല്ലോ, ഈ നമസ്കാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതാക്കുകയാണ്, അതേപോലെ തന്നെ മനുഷ്യനെ തളച്ചിടുകയാണ്. അപ്പോൾ ഇയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താ വെച്ചാൽ ദീനിനെ പല രീതിയിലും തകർത്ത് ഇല്ലാതാക്കി അവിടെ പിന്നെ ഇയാളുടെ അസിൽ എന്താണെന്ന് ചോദിച്ചാൽ സർവ്വ വേദ സത്യവാദത്തിൻ്റെ ആളാണ്. എല്ലാ വേദങ്ങളും ശരിയാണ്. ഒരു നിലക്ക് പറഞ്ഞാൽ ചേകന്നൂർ പറഞ്ഞ സർവ്വമത സത്യവാദം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ചേകന്നൂർ ഇത്ര കാലങ്ങളായിട്ട് അയാൾ ഛർദ്ദിച്ചു വിട്ട കാര്യങ്ങൾ ആൽപ്പാൽപ്പമായിട്ട് വീഡിയോക്ക് മുമ്പിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്യണം ഇവിടെ ചെയ്തത്. അതെ, അതാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത്.